നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. പ്രശസ്ത നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിലെ 12, 13, 14, 15 ഭാഗങ്ങൾ കേൾക്കാം. 12. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്കുള്ള വഴിയിൽ തന്നെ കാത്തുനിന്ന ഇന്നലത്തെ ആ പയ്യനെ കണ്ടില്ലെന്ന് നടിച്ച് അതിഥി വേഗത്തിൽ നടന്നു. എടോ അതിഥി, 1 മിനിറ്റ്, എനിക്കൊന്ന് സംസാരിക്കണം, അവൻ പിറകെ നടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അല്ലെങ്കിലും ഞങ്ങളെപ്പോലെ സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരോട് തനിക്ക് പുച്ഛമാണല്ലോ, അവൾ മുഖത്തു നോക്കാതെ മറുപടി നൽകി. അങ്ങനെ ഞാൻ എപ്പോൾ പറഞ്ഞു? ദേ നോക്കിയേ, ഞാനെൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്ത് മാപ്പും പറഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതൽ ഇപ്പോൾ എന്താ ചെയ്യാം? ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. പോരെ? അതിഥി ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു. പോരാ, എനിക്ക് തന്നോട് കുറച്ചുനേരം സംസാരിക്കണം. എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുന്നേ? അവൻ വിടാൻ ഭാവമില്ല. ഞാൻ ഫ്രീയല്ല. ഇനി ഫ്രീ ആണെങ്കിലും നീയുമായി ഒരു സംസാരത്തിനും എനിക്ക് താല്പര്യവുമില്ല. അവൾ അവൻ്റെ മറുപടിക്ക് നിൽക്കാതെ ഓഫീസിലേക്ക് കയറി. ആദി എവിടെ? അവൻ്റെ ഒഴിഞ്ഞ കസേര നോക്കി അതിഥി ശക്തിയോട് ചോദിച്ചു. തെരിയല്ലേ, ക്യാൻറ്റീനിൽ ഇരിക്കാ പാരെ? അവൻ സ്ക്രീനിൽ നിന്ന് മുഖമെടുക്കാതെ മറുപടി പറഞ്ഞു. അതിഥി ക്യാൻറ്റീനിലെത്തിയപ്പോൾ അവിടെ കോർണറിലുള്ളൊരു ടേബിളിൽ ചായ കുടിച്ച് ആദി ഇരിപ്പുണ്ടായിരുന്നു. ഇതെന്താണ് പതിവില്ലാതെ ഒറ്റയ്ക്ക് ഒരു ചായ കുടി? അവനെ അഭിമുഖമായി കസേര വലിച്ചിട്ടിരുന്ന് അവൾ ചോദിച്ചു. അതെന്താ, എനിക്കൊറ്റയ്ക്കിരിക്കാൻ പാടില്ലേ? എല്ലാത്തിനും തർക്കുത്തരം പറയണമെന്ന് നിനക്കെന്തേലും വാശിയുണ്ടോ? അത് നിന്റെ ചോദ്യം പോലെ ഇരിക്കും. ഇനി അതും എൻ്റെ തലയിൽ തന്നെ ഇടെ. ഡയറി കൊണ്ടു കളഞ്ഞതിന് എന്നോടുള്ള നിന്റെ ദേഷ്യമൊക്കെ മാറിയോ? അവൻ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഡയറി കിട്ടിയല്ലോ. എപ്പോ? അതൊക്കെ കിട്ടി. ഇങ്ങനെ തർക്കുത്തരം മാത്രം പറയുന്നവർ അത്രയും അറിഞ്ഞാൽ മതി. അതുവിടെ, എന്താണ് താങ്കളുടെ ഈ ഏകാന്തതയ്ക്ക് പിന്നിലെ കാരണം? നമുക്ക് പരിഹാരമുണ്ടാക്കാടോ. അതിനെങ്ങനെ പരിഹാരം? ഒന്നുമില്ലടോ. ചില സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, അത്ര തന്നെ. എന്ത് സ്വപ്നം? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നേ? അവൾക്ക് കാര്യം മനസ്സിലായില്ല. വീട്ടിൽ ചേച്ചിക്ക് ചില നല്ല ആലോചന വരുന്നുണ്ട്. പക്ഷേ വീടുപണി ബാക്കിയുള്ളത് കൊണ്ട് ഒന്നിനും ഓക്കെ പറയാൻ പറ്റുന്നില്ല. ഒരു പുതിയ ലോൺ എടുക്കാതെ ഒന്നും നടക്കില്ല. ഇനി ലോൺ എടുത്താൽ എനിക്കൊരിക്കലും ഈ ജോലി കളയാനും പറ്റില്ല. അച്ഛനെ കൊണ്ട് മാത്രം അത് അടയ്ക്കാൻ പറ്റില്ല. സിനിമാ സ്വപ്നങ്ങളൊക്കെ അതോടെ തീരും. നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ലേ? ഫണ്ട് റേസ് ചെയ്യാൻ മറ്റു മാർഗമൊന്നുമില്ലേ? ഉള്ളത് വിറ്റാണ് ഇത്രയും ചെയ്തത്. ഇനിയൊന്നുമില്ല. ഞാൻ ഈ ജോലി കണ്ടിന്യൂ ചെയ്താൽ തീരുന്ന പ്രശ്നമേയുള്ളൂ. ഞാനൊഴിച്ച് എല്ലാവരും ഹാപ്പിയാകും. എല്ലാവരുടെയും വിചാരം ആൺകുട്ടികൾക്കെല്ലാം എളുപ്പമാണെന്നാണ്. പക്ഷെ കുടുംബം മുന്നോട്ട് പോകാൻ ആൺകുട്ടികൾ വേണ്ടെന്ന് വെക്കുന്ന സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എത്രയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല. നീ ഇങ്ങനെ ശോകമായാലോ? നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം, അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. 2 ദിവസം ഒരു വിഷമമുണ്ടാകും, പിന്നങ്ങ് സെറ്റായിക്കോളും. അല്ല, അതൊക്കെ വിട്. നീ ഒരു അവാർഡ് വാങ്ങി മുങ്ങി നടക്കുകയാണല്ലേ. അതിൽ പിന്നെ എനിക്ക് നിന്നെ കയ്യിൽ കിട്ടിയില്ല. ഇന്ന് ചെലവ് വേണ്ട, ഞായറാഴ്ച മതി. തൽക്കാലം നീ എനിക്ക് താഴെ നിന്നൊരു ചായ വാങ്ങിത്താം. നീയല്ലേ ഇപ്പോൾ ചായ കുടിച്ചേ? എടി, നമ്മൾ മലയാളികൾക്കൊരു ദിവസം എത്ര ചായ വേണമെങ്കിലും കുടിക്കാം. അത് ഇത്ര കാലമായിട്ടും മോൾക്കറിയില്ലേ? നീ വാ. അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. എന്നാൽ നിൽക്ക്, ഞാൻ ഗീതു ചേച്ചിയെ കൂടെ വിളിക്കാം. നീ പരിചയപ്പെട്ടില്ലല്ലോ. നീ ശക്തിയെയും കൂട്ടി നടന്നോ, ഞാൻ വന്നേക്കാം. അവൾ പ്രതീക്ഷിച്ച പോലെ ഗീതു ചേച്ചി ആദിയും ശക്തിയുമായി പെട്ടെന്ന് കൂട്ടായി. ഇത്രയും ദിവസം തന്നെ കളിയാക്കാൻ 2 പേരായിരുന്നെങ്കിൽ ഈ പോക്ക് പോയാൽ അധികം വൈകാതെ അത് 3 പേരാകുമെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. എടി, ദേ ആ പയ്യൻ കുറേ നേരമായി നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സൈഡിൽ വലതുവശത്തെ ടേബിൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചേച്ചി പറഞ്ഞു. അവൾ അങ്ങോട്ട് നോക്കി. ആ പയ്യൻ തന്നെയാണ്. അവൾ മുഖം തിരിച്ച് എണീറ്റു. നിനക്കറിയോ അവനെ? ചേച്ചി ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല ചേച്ചി. ഇവിടെ ഇങ്ങനെ കുറേ പേരെ കാണാം. കൂടുതലും വായി നോക്കികളാണ്. സിന്ദൂരം തൊട്ടതിലും കെട്ടിയതാണെന്നതിലും കാര്യമില്ല. ചേച്ചിയും സൂക്ഷിച്ചോ. ചിരിച്ചു നടക്കുന്നതിനിടെ അവൾ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അന്ന് വിളിക്കാൻ ഹസ്ബൻഡ് വരാത്തതിനാൽ അവൾ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ചേച്ചിയും ഒപ്പം വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ക്യാബ് പിടിച്ചു പോകുന്നത്. ക്യാബ് ബുക്ക് ചെയ്യുന്നതിനിടെ അല്പം പരിഭ്രമത്തോടെ ചേച്ചി പറഞ്ഞു. ചേച്ചി ഫോൺ തരൂ, ഞാൻ കാണിച്ചു തരാം. അവൾ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. എടി, ദേ ഇത് മറ്റേ പയ്യനല്ലേ? ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അതിഥിയെ ഗീതു ചേച്ചി തട്ടി വിളിച്ചു. അവൾ മറുപടി നൽകും മുൻപേ കയ്യിൽ ഒരു പർപ്പിൾ ഓർക്കിഡ് ബൊക്കയുമായി അവൻ അടുത്തെത്തി. അതിഥി, സോറി. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് തന്നോട് സോറി പറയേണ്ടത് എന്നെനിക്കറിയില്ല. അവൻ പൂക്കൾ അവൾക്ക് നേരെ നീട്ടി.
അവൾക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് കിട്ടിയില്ല. ചുറ്റുമുള്ളവരെല്ലാം അവരെ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. നിങ്ങൾ സംസാരിക്ക്, എൻ്റെ ക്യാബ് ഇപ്പോൾ വരും, നാളെ കാണാം ട്ടോ. ചേച്ചി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി യാത്ര പറഞ്ഞു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു. നിനക്ക് വട്ടുണ്ടോ? ഇതെന്താ പൂവൊക്കെയായിട്ട്? എന്താ, നല്ലതല്ലേ? നിനക്കിഷ്ടമായില്ലേ? അവൻ കൂളായി ചോദിച്ചു. പിന്നെ ഭയങ്കര ഇഷ്ടായി. ആൾക്കാർ എന്തു വിചാരിക്കും എന്ന് വല്ല ബോധവും ഉണ്ടോ? ചേച്ചിയോട് ഞാനിനി എന്തു പറയും? അവൾ പരിഭ്രമം കൊണ്ട് കൈവിരൽ പൊട്ടിച്ചുകൊണ്ടിരുന്നു. ഇതിലിപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കാനാ? ഞാൻ നിനക്ക് കുറച്ച് ഫ്ലവേഴ്സ് തന്നു, അതിൽ അവർക്കിപ്പോൾ എന്താ? പിന്നെ ചേച്ചിയോട് ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ പോരെ? ഇനി അത് പറയാൻ പറ്റില്ല. നീ ഉച്ചയ്ക്ക് അപ്പുറത്തെ ടേബിളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത് ചേച്ചി കണ്ടിരുന്നു. എന്നോട് ചോദിച്ചു ആരാന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? അവൻ അല്പം എക്സൈറ്റ്മെൻറ്റോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. അല്ലാതെ നീ എൻ്റെ ഡയറി വായിച്ച കഥയൊക്കെ അവരോട് വിളമ്പാൻ പറ്റുമോ? ഇതിപ്പോൾ ചേച്ചിയോട് ഞാൻ കള്ളം പറഞ്ഞ പോലെ ആയില്ലേ? അത് വിട്ടേക്ക്, അവരിപ്പോൾ അങ്ങനെ കടന്നൊന്നും ചിന്തിക്കാൻ പോണില്ലെന്നേ. സത്യത്തിൽ കണ്ട പൂവും പിടിച്ച് ഇങ്ങനെയൊരു ഷോ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഹലോ, കണ്ട പൂവൊന്നുമല്ല, ഞാൻ ഒരുപാട് സമയമെടുത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓർഡർ ചെയ്തതാ. സ്വീകരിച്ചില്ലെങ്കിലും ഇങ്ങനെ അപമാനിക്കരുത്. അല്ല, എന്താണ് ഉദ്ദേശം? വെറും ഒരു സോറി പറയാനാണോ ഈ ചീപ്പ് ഷോ ഒക്കെ? സോറി പറയാൻ മാത്രമല്ല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഡയറിയിൽ നീ എഴുതിയതൊന്നും കള്ളമല്ലെങ്കിൽ ആ ആളിനെ എനിക്ക് നല്ല ഇഷ്ടമായി. ആളെ കൂടുതൽ അറിയണം എന്ന് തോന്നി. അവൻ അവളോട് അല്പം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. നീ പൂവും വാങ്ങി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് നിന്നോട് പറയും എന്ന് തോന്നാൻ കാരണം? ഞാൻ അറിഞ്ഞ അതിഥി പറയും. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നമുക്ക് ഒന്നിച്ചൊരു ചായ ആയാലോ? പക്ഷേ ഇന്ന് വേണ്ട, അവൻ കൂട്ടിച്ചേർത്തു. ഞാൻ വരില്ല. മറുപടി പറയാൻ അവൾക്കൊട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ പൂവെങ്കിലും വാങ്ങാമോ? അവൾ അല്പം ആലോചിച്ച ശേഷം അവൻ്റെ കയ്യിൽ നിന്നും പൂ വാങ്ങിച്ച് കൈകളിൽ ചേർത്ത് പിടിച്ചു. 2 ദിവസം ഞാൻ ഇവിടെയുണ്ടാകില്ല. ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകും. വെള്ളിയാഴ്ച വൈകുന്നേരമേ തിരിച്ചെത്തൂ. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഞാൻ റെഡിയായി നിൽക്കും. എവിടെ വന്ന് പിക്ക് ചെയ്യണമെന്ന് നീ പറഞ്ഞാൽ മതി. ഹലോ, എങ്ങോട്ടായി പ്ലാൻ ചെയ്തു പോകുന്നത്? ഞാൻ വരില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? അവൾ അവൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ഡയറിയുടെ അവസാന പേജിൽ ഞാൻ എൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. നീ കണ്ടില്ലെന്ന് മനസ്സിലായി, അതാ ഓർമ്മിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് വിളിക്കൂ. ബൈ. ഉള്ളിൽ 1000 ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ ഉണ്ടായിരുന്നിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല. അതെ, പിന്നെ എൻ്റെ പേര് ഡയറിയിൽ എഴുതാൻ മറന്നു. ശരൺ വാസുദേവ്. പോകാൻ തിരക്കുണ്ടായിട്ടും അവൻ നടന്നകലുന്നതും നോക്കി ആ പർപ്പിൾ ഓർക്കിഡ് പൂക്കളുമായി അവൾ അവിടെ കുറച്ചുനേരം വെറുതെ നിന്നു. 13. വരാന്തയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സാക്ഷിക്കും ദേവികയ്ക്കും മുൻപിലൂടെ അവരെ ശ്രദ്ധിക്കാതെ പൂക്കളുമായി മുറിയിലേക്ക് നടന്നു പോയ അതിഥിയെ കണ്ട് രണ്ടുപേരും ഒരു നിമിഷം അന്താളിച്ച് പരസ്പരം നോക്കി. നീ എവിടുന്നാ വരുന്നേ? അതിഥിക്ക് പിറകെ റൂമിലേക്ക് കയറി സാക്ഷി ചോദിച്ചു. ഓഫീസിൽ നിന്ന്, അവൾ പൂക്കൾ വെക്കാൻ ടേബിളിൽ ഇടമുണ്ടാക്കുന്നതിനിടെ പറഞ്ഞു. അപ്പോൾ ഈ പൂ എവിടുന്നാ? അത് അവൻ തന്നതാ. ഏതവൻ? സാക്ഷി ഒരൽപ്പം ഞെട്ടലോടെ ചോദിച്ചു. ചേച്ചി, ഞാനൊന്ന് നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട്. ദേവിക അതിഥിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു. നിനക്കിതിൻ്റെ ഭംഗിയാണോ വിഷയം? ഇത് ആര് തന്നുവെന്ന് അവൾ ആദ്യം പറയട്ടെ. സാക്ഷി ദേവികയെ നിരുത്സാഹപ്പെടുത്തി. നീ എന്തിനാ അവളോട് തട്ടിക്കയറുന്നേ? ഇത് ആര് തന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നം തീരില്ലേ? ഇന്നലെ ഡയറി തന്നുവെന്ന് പറഞ്ഞില്ലേ? അവൻ തന്നതാണ് ഈ പൂവും. അതിന് നീയും അവനും തമ്മിൽ വഴക്കല്ലേ? അതെ. എന്നിട്ട് നീ അവൻ പൂവ് തന്നപ്പോൾ അത് വാങ്ങി കയ്യിൽ വച്ചോ? അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിഥി സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്നു. സംഭവങ്ങൾ വിശദീകരിച്ചു. എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ദേവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി വല്ല റൊമാൻസുമാണോ ആളുടെ ഉദ്ദേശ്യം? അല്ലാതെ ആരെങ്കിലും ആദ്യം കാണുമ്പോൾ തന്നെ ഡേറ്റിനൊക്കെ വിളിക്കോ? സാക്ഷിയും അവളെ പിന്താങ്ങി. ഒരു കോപ്പുമില്ല, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണിത് വാങ്ങിച്ചത്. അല്ലാതെ ഞാനവനെ ഇനി വിളിക്കാനൊന്നും പോണില്ല. അതിഥി ഈ വിഷയം അവസാനിപ്പിക്കാനെന്നോണം ബക്കറ്റെടുത്ത് കുളിമുറിയിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോൾ വാതിൽക്കൽ തൊട്ടടുത്ത മുറികളിലെ 2 പെൺകുട്ടികൾ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെ, നിങ്ങളുടെ റൂമിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇല്ലേ? അതിൽ കുറച്ച് ഞങ്ങൾക്ക് തരാമോ? നാളെ വാർഡൻ്റെ പിറന്നാളാണ്. ഞങ്ങൾ 12 മണിക്ക് ചെറിയ പ്രോഗ്രാം നടത്തുന്നുണ്ട്. കേക്ക് വാങ്ങി. പൂ വാങ്ങാൻ നോക്കിയപ്പോൾ ഇവിടെ എവിടെയും കിട്ടാനില്ല.
അപ്പോഴാണ് താൻ ഇതുമായി കയറി വരുന്നത് കണ്ടത്. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ അവർ ഇങ്ങോട്ട് തള്ളിക്കേറി പറഞ്ഞു. ആ തരാം. അതിഥി ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. 12 മണിക്കല്ലേ കേക്ക് മുറിക്കുന്നത്? അപ്പോൾ ഞാൻ കൊണ്ടുവന്നു തന്നേക്കാം. സാക്ഷി അതിഥിയെ രൂക്ഷമായി ഒന്ന് നോക്കി പെൺകുട്ടികൾക്കു നേരെ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താ അവർക്കത് കൊടുക്കാം എന്ന് പറഞ്ഞേ? അവർ പോയി കഴിഞ്ഞ ശേഷം റൂം ലോക്ക് ചെയ്ത് സാക്ഷി ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തു പറയാനാ? ഈ പൂവ് അവർക്ക് കൊടുക്കണോ? വേണ്ട. അപ്പോൾ വായ തുറന്നു പറഞ്ഞൂടെ? അല്ല, ഇതിപ്പോൾ കൊടുത്താൽ നിനക്കെന്താ? നീ വേറെ വഴിയില്ലാതെ വാങ്ങിവെച്ചതല്ലേ. പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ലല്ലോ. മാത്രമല്ല റൂമിൽ വെറുതെ സ്ഥലം മുടക്കാണ്. സാക്ഷി പൂക്കളെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. പ്ലീസ് സാക്ഷി, കൊടുക്കേണ്ട. അതിഥിയുടെ മുഖം വാടി. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. സാക്ഷി ബെഡിൽ മലർന്നു കിടന്നു. ഒരു ഗംഭീര ഐഡിയയുണ്ട്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് വേഗം കിടക്കാം. അവർ വന്ന് വിളിച്ചാലും എഴുന്നേൽക്കണ്ട. കുറച്ചു വന്ന് ഡോറിൽ മുട്ടുമായിരിക്കും. നാളെ ചോദിക്കുമ്പോൾ നിനക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് വേഗം ഉറങ്ങിപ്പോയെന്ന് പറയാം. സാക്ഷി തൻ്റെ കണ്ടുപിടുത്തം വിശദീകരിച്ചു. കൊള്ളാം, നൈസ് ഐഡിയ. അതിഥി ഓടിപ്പോയി സാക്ഷിയെ കെട്ടിപ്പിടിച്ചു കിടന്നു. നേരത്തെ കിടന്നെങ്കിലും ഉറക്കം വരാതെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൽ ആൻറ്റിയുടെ കോൾ വന്നത്. ആൻറ്റി, എന്താ ഈ സമയത്ത് വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോൺ എടുത്തപാടെ അവൾ ചോദിച്ചു. ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്കിളിൻ്റെ ഒരു ബന്ധു മരിച്ചു. ഞങ്ങൾക്ക് നാളെ പുലർച്ചെ പോണം. നാളെ രാത്രി കഴിഞ്ഞേ മടങ്ങി വരൂ. ശാലുവിന് എക്സാം ഉള്ളതുകൊണ്ട് അവളെ കൂട്ടാൻ പറ്റില്ല. മോള് നാളെ രാത്രി അവളുടെ കൂടെ ഇവിടെ നിൽക്കുമോ? പിറ്റേന്ന് രാവിലെ അവൾ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ വന്നേക്കാം. അതിനെന്താ, ഞാൻ ഓഫീസ് കഴിഞ്ഞ് അവിടേക്ക് എത്തിക്കോളാം. രാവിലെ നേരത്തെ ഇറങ്ങേണ്ടത് കൊണ്ടായിരിക്കും. വലിയ വിശേഷങ്ങൾക്ക് നിൽക്കാതെ ആൻറ്റി വേഗം ഫോൺ വെച്ചു. നീ നാളെ രാത്രി ഇവിടെ ഉണ്ടാകില്ലേ? ഫോൺ കട്ട് ചെയ്തപാടെ സാക്ഷി ചോദിച്ചു. ഇല്ല, ശാലു ഒറ്റയ്ക്കാണ്. രാത്രി അവിടെ പോണം. ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചു വരും. അതൊന്നും ശരിയാവില്ല. നാളെ രാത്രി ഒട്ടും പോകാൻ പറ്റില്ല. സാക്ഷി വാശി പിടിച്ചു. അതെന്താ നാളെ ഇത്ര പ്രത്യേകത? നീ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ? ഇനിയിപ്പോൾ എന്തായാലും എന്താ? സാക്ഷി പരിഭവത്തോടെ തിരിഞ്ഞുകിടന്നു. ഗീത ചേച്ചിയോട് ഇന്നലത്തെ സംഭവങ്ങൾ എങ്ങനെ വിശദീകരിക്കുമെന്ന ആലോചനയോടെയാണ് പിറ്റേന്ന് അവൾ ഓഫീസിലേക്ക് കയറി ചെന്നത്. ജോലി തിരക്ക് കൂടുതലായതിനാൽ രാവിലെ ചേച്ചിയെയും ആദിയെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വൈകിട്ട് ചായ കുടിക്കാൻ അവൾ ചേച്ചിയെയും വിളിച്ച് കടയിലെത്തി. ഇവിടുത്തെ ഇഞ്ചിച്ചായ ട്രൈ ചെയ്തിട്ടുണ്ടോ? അടിപൊളിയാണ്. ചായക്കപ്പുകൾ മേശമേൽ കൊണ്ടുവെക്കുന്നതിനിടെ ചേച്ചി പറഞ്ഞു. ചേച്ചി, ഇന്നലത്തെ കാര്യം ചേച്ചി വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ ചേച്ചിയോട് മനഃപൂർവ്വം കളവ് പറഞ്ഞതല്ല. അവൾ ചേച്ചിയുടെ കൈ ചേർത്തു പിടിച്ചു. അയ്യേ, നീ കളവ് പറഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിലും നീ അവനെ അറിയില്ലേ എന്ന് പറഞ്ഞതിൽ എനിക്കെന്തിനാണ് പരിഭവം ഉണ്ടാവേണ്ടത്? അതല്ല, സത്യമായിട്ടും എനിക്ക് അവനെ വലിയ പരിചയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് അവനെ ഞാൻ ആദ്യമായി കാണുന്നത് തന്നെ. എടോ, അതിപ്പോൾ എന്തായാലും എൻ്റെ വിഷയമല്ല. നീ എന്നെ പരിചയപ്പെട്ടിട്ട് കുറച്ചു ദിവസങ്ങൾ ആവുന്നല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ എന്നോട് എല്ലാ കാര്യവും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് എന്നോട് പരിഭവം ഒന്നുമില്ല? ഒന്നുമില്ല. വേഗം ചായ കുടിച്ച് വന്നേ, എനിക്ക് പോയിട്ട് ബാക്കി പണി ചെയ്യാൻ ഉണ്ട്. ചേച്ചി തിരക്ക് കൂട്ടി. പിന്നെ അതെ, ആ പയ്യൻ കൊള്ളാട്ടോ. ഡെസ്കിലേക്ക് നടക്കുന്നതിനിടെ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ചേച്ചിയും തുടങ്ങിക്കോ. ഇത് അങ്ങനെയൊന്നുമല്ല. അവൾ പരിഭവത്തോടെ തല തിരിച്ചു. അവിടെ അടുത്തു വല്ല അമ്പലവും ഉണ്ടെങ്കിൽ നാളെ പോയി ഒന്ന് തൊഴുതിട്ട് വാ. രാത്രി ഫോൺ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു. നാളെ എന്താ? അവൾ സംശയത്തോടെ ചോദിച്ചു. നിന്റെ പിറന്നാളല്ലേ നാളെ? അതും ഓർമ്മയില്ലേ അമ്മോ നിനക്ക്? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നാളെയാണോ? ഞാൻ മറന്നു. നാളെ ഓഫീസുണ്ട്. ലീവുള്ള ഒരു ദിവസം പോകാം. പോകില്ലെന്ന് അവൾക്കും അമ്മയ്ക്കും നല്ല ഉറപ്പുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ലഭിക്കുന്ന സന്തോഷം നഷ്ടപ്പെടുത്തേണ്ട എന്നോർത്ത് അവൾ പറഞ്ഞു. സാക്ഷി ഇന്നു തന്നെ ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അവൾക്കപ്പോഴാണ് മനസ്സിലായത്. അവൾ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ സാക്ഷിയെ വിളിച്ചു. എൻ്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം സത്യമായിട്ടും എനിക്ക് ഓർമ്മയുണ്ടായില്ല. സാക്ഷി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപേ അവൾ അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഗിഫ്റ്റും ചോദിച്ച് ഒരാഴ്ച മുൻപേ എൻ്റെ പിറകെ നടന്നേനെ. അതിപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിലും നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കും എന്നെനിക്കറിയാം. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. അല്ലെങ്കിലും ബർത്ത്ഡേ നൈറ്റ് ആൻറ്റിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന ആൾക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാനാ? എടോ, ഞാൻ മനഃപൂർവ്വമാണോ? ആൻറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ? നാളെ ഏത് ഡ്രസ്സാണ് ഓഫീസിലേക്ക് ഇടുന്നത്? ഉള്ളത് ഏതെങ്കിലും ഇട്ടിട്ട് പോകും. അല്ലാതെ ഇതെന്താ സ്കൂൾ വല്ലതുമാണോ? പിറന്നാളിന് പുതിയ ഡ്രസ്സ് ഇട്ട് പോകാൻ? അതിഥിക്ക് ചിരി വന്നു.
നാളെ രാവിലെ ഇത് തന്നെ പറയണം ട്ടോ. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപേ സാക്ഷി പറഞ്ഞു. നാളെ ചേച്ചിയുടെ പിറന്നാളാണോ? ഒന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് കേക്ക് വാങ്ങാമായിരുന്നല്ലോ. അവളുടെ സംസാരം കേട്ട് ശാലു ചോദിച്ചു. നീ ഒന്ന് പോയേ, ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് 23 വയസ്സായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ദേ കിടക്കാൻ പോകാണ്. ഒരപേക്ഷയുണ്ട്. 12 മണിക്കൊന്നും വിളിച്ച് വിഷ് ചെയ്തേക്കരുത്. ഉറക്കത്തിൽ വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരും. അയ്യോ, എന്നാൽ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. ശാലു അതിഥിയെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. നീ കിടക്കുന്നില്ലേ? ഇല്ല, എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ചേച്ചി കിടന്നോ? അതോ ആ പേരിൽ അപ്പുറത്തെ ഫ്ലാറ്റിലെ പിള്ളേരെ വല്ലതും കാണാനുള്ള ഇരിപ്പാണോ? ഞാനിപ്പോൾ ബാൽക്കണി പരിസരത്ത് പോലും പോകാറില്ല. എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്ത് അതിഥി ഉറങ്ങാൻ കിടന്നു. ഇന്നലെ രാത്രി പഠിത്തമൊക്കെ കഴിഞ്ഞ് ശാലു എപ്പോഴാണ് കിടന്നതെന്ന് നിശ്ചയമില്ലാത്തതിനാൽ അവളെ എഴുന്നേൽപ്പിക്കാതെ രാവിലെ തന്നെ ഡോർ പുറത്തുനിന്നും ലോക്ക് ചെയ്ത് അതിഥി ഹോസ്റ്റലിലേക്ക് നടന്നു. ഫോണിൽ ഇന്നലെ രാത്രി വന്ന മിസ് കോളുകളുണ്ട്. ഈ രാത്രി 12 മണിക്ക് വിളിച്ച് വിഷ് ചെയ്യുന്നതൊക്കെ ലേശം ബോറാണെങ്കിൽ പോലും ശരിക്കും നമ്മളോട് ഇഷ്ടമില്ലാത്ത ആരും തന്നെ അങ്ങനെ ചെയ്യാനിടയില്ല. +2 കാലം വരെ അവൾക്ക് പിറന്നാൾ രാവിലെ അമ്പലത്തിൽ നിന്നും കിട്ടാറുള്ള പാൽപ്പായസവും സ്കൂളിൽ കൊടുക്കാൻ അച്ഛൻ വാങ്ങിത്തരുന്ന മഞ്ഞ കളറുള്ള മാംഗോ ബൈറ്റ് മിഠായിയുമാണ്. ബുധനാഴ്ചകളിലല്ലാതെ കളർ ഡ്രസ് ഇട്ട് സ്റ്റൈലായി സ്കൂളിൽ കയറിച്ചെല്ലാം എന്ന ത്രില്ലും പിറന്നാൾ ദിവസത്തിനുണ്ട്. ചെയ്യാതെ വന്ന ഹോംവർക്കിനോ ഉത്തരം പറയാത്ത ചോദ്യങ്ങൾക്കോ അന്ന് വഴക്കും അടിയും കിട്ടില്ലെന്നും ഉറപ്പാണ്. ക്ലാസ്സിൽ എല്ലാവർക്കും മിഠായികൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിലുള്ള ടീച്ചേഴ്സിന് മിഠായി നൽകുന്ന ഒരു ചടങ്ങുണ്ട്. ക്ലാസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിന് കൂട്ടുവിളിക്കാം. കളർ ഡ്രസ്സിട്ട് ഓരോ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും കണ്ണുകൾ ഒരേ സമയം നമ്മളിലാവും. അവർക്കിടയിലൂടെ രാജകീയമായി മിഠായി പാക്കറ്റും പിടിച്ച് ടീച്ചർക്കരികിലെത്തുന്നത് ഒരു സുഖമുള്ള അനുഭവമാണ്. അന്ന് വൈകുന്നേരം വരെ ബാക്കി വരുന്ന മിഠായികൾക്കായി ഫ്രണ്ട്സൊക്കെ പിറകെ കൂടും. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒന്നിൽ കൂടുതൽ മിഠായി നൽകി സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതിനേക്കാൾ മികച്ച ഒരു ദിവസം വേറെയില്ല. അവൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ അവളുടെയോ അനിയന്റെയോ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അതൊക്കെ ആഡംബരമാണെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും പക്ഷം. കൂട്ടുകാരും മാമൻ്റെ മക്കളുമൊക്കെ പിറന്നാൾ കേക്കുമായി വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോട് സ്നേഹമില്ലെന്ന പരാതി പറയാൻ രണ്ടുപേരും മറക്കാറില്ല. പക്ഷെ കോളേജിൽ ചേർന്ന ശേഷം കേക്കും ആഘോഷങ്ങളുമില്ലാതെ ഒരു പിറന്നാൾ പോലും കടന്നുപോയിട്ടില്ല. ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനോടുള്ള ആ ഇഷ്ടം കുറഞ്ഞു പോകുമെന്നത് ഈ പിറന്നാൾ കേക്കിൻ്റെ കാര്യത്തിൽ ശരിയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. മാംഗോ ബൈറ്റിൻ്റെ അല്പം പുളിയുള്ള മധുരത്തിലാണ് തൻ്റെ എല്ലാ പിറന്നാൾ സന്തോഷങ്ങളും ഇരിക്കുന്നതെന്ന് അവൾ അന്ന് തിരിച്ചറിഞ്ഞതാണ്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. റൂമിലേക്കുള്ള പടികൾ കയറവേ കോളേജിലേക്ക് ഇറങ്ങിയ ദേവിക അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഡി. അല്ല, നീ എന്താ ഇന്നിത്ര നേരത്തെ? കോളേജിൽ ഇന്ന് ചെറിയൊരു പ്രോഗ്രാമുണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം ഞങ്ങളുടെ ബാച്ചിലാണ്. ഞാൻ വൈകിട്ട് നേരത്തെ വരാം. അവൾ തിടുക്കത്തിൽ പടികളിറങ്ങി. പുറത്തുനിന്ന് റൂം ലോക്ക് ചെയ്തത് കണ്ടപ്പോഴേ സാക്ഷി കുളിക്കാൻ പോയി കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. ഡോർ തുറന്ന് അകത്തു കയറി ഓഫീസിലേക്കുള്ള ഡ്രസ്സ് തിരിയുന്നതിനിടെയാണ് തൻ്റെ ബെഡിലിരിക്കുന്ന പാക്കറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നീല റാപ്പറിൽ വളരെ ഭംഗിയായി പൊതിഞ്ഞ പാക്കറ്റിന് പുറത്ത് യു ആർ വെരി കെയർലെസ്, ദാറ്റ്സ് വൈ ഐ ഹാവ് ടു കെയർ അബൌട്ട് യു. ഹാപ്പി ബർത്ത്ഡേ അതിഥി. ഐ ലവ് യു എന്നെഴുതിയിരുന്നു. സന്തോഷത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും പാക്കറ്റ് കയ്യിലെടുത്ത് തുറക്കാൻ പോകുമ്പോഴേക്കും കുളി കഴിഞ്ഞ് സാക്ഷി റൂമിലെത്തി. ആഹാ, ഞാനില്ലാതെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണോ? ബക്കറ്റ് കട്ടിലിനടിയിലേക്ക് വെക്കുന്നതിനിടെ അവൾ ചോദിച്ചു. എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തുറന്നു പോയതാ. നീ ക്ഷമിക്കേ. എന്തായാലും തുറയ്ക്ക്, എന്നിട്ട് പറ ഇഷ്ടമായോന്ന്. അത് കേൾക്കേണ്ട താമസം അതിഥി ധൃതിയിൽ പാക്കറ്റ് പൊളിച്ചു. ഹേ, ഇത് നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ വില കൂടുതൽ ആണെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാതെ വന്ന ഡ്രസ്സല്ലേ? നീ പിന്നെയും അവിടെ വരെ പോയോ ഇത് വാങ്ങാൻ? അതിഥി അത്ഭുതത്തോട് ചോദിച്ചു. യെസ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിനക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുമെന്ന്. പിന്നെ നിനക്ക് ഇത് നല്ല ഇഷ്ടമായി എന്നും എനിക്ക് മനസ്സിലായി. ഹാപ്പി ബർത്ത്ഡേ അതിഥി. സാക്ഷി അതിഥിയെ കെട്ടിപ്പിടിച്ചു. പുതിയ ഡ്രസ്സിട്ട് കണ്ണാടിക്ക് മുന്നിൽ വലിയൊരു ഫാഷൻ ഷോ കഴിഞ്ഞാണ് അതിഥി ഓഫീസിലെത്തിയത്. അടിപൊളി ഡ്രസ്സ്, സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താണ് വിശേഷം? ലിഫ്റ്റിന് കാത്തുനിന്ന അതിഥിയെ പിറകിൽ നിന്നും ചേർത്തു പിടിച്ചുകൊണ്ട് ഗീതു ചേച്ചി ചോദിച്ചു. വലിയ വിശേഷമൊന്നുമില്ല, എൻ്റെ പിറന്നാളാണ്, അത്രയുള്ളൂ. ആഹാ, എന്നിട്ടാണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ്. വൈകുന്നേരം കേക്കുമായി ആദിയും ശക്തിയും ഡെസ്കിലേക്ക് വന്നു. ഓഫീസിലെ പിറന്നാൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകി. 14. മാഡം, നാളെ എപ്പോഴാണ് പോകുന്നത്? അതിഥിയുടെ ബെഡിൽ വന്നിരുന്നു കൊണ്ട് സാക്ഷി ചോദിച്ചു. എവിടെ പോകാൻ? ഒന്നും അറിയാത്ത പോലെ. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് നാളെയല്ലേ ആദ്യത്തെ ഡേറ്റ്?
ഞാൻ എവിടെയും പോണില്ല. നീ ഒന്നും മിണ്ടാതെ ഇരിക്കാവോ? പിറന്നാൾ ആശംസകൾക്ക് മറുപടി കൊടുക്കുന്നതിനിടെ അതിഥി ഫോണിൽ നിന്ന് മുഖമെടുക്കാതെ പറഞ്ഞു. നിന്നെ ഒരു കാര്യത്തിലും നിർബന്ധിക്കാൻ ഞാനില്ല. പക്ഷേ ജീവിതത്തിൽ പുതിയൊരാളെ പരിചയപ്പെടുന്നതിലും അവരോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല. പിന്നെ പിറന്നാളുകാരിക്ക് വേറെയൊരു സമ്മാനം കൂടെ ബാക്കിയുണ്ട്. നീ വീണ്ടും ഗിഫ്റ്റ് മേടിച്ചോ? ഹേയ്, ഞാനല്ല, അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നതാ. ഇന്ന് ഉച്ചയ്ക്കാണ് കിട്ടിയേ. ലേക്ക് നിന്റെ അഡ്രസ്സും നമ്പറും എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്ക് വലിയ ചങ്ക്സ് ആയില്ലേ? ഗിഫ്റ്റ് കൈമാറുന്നതിനിടെ സാക്ഷി കള്ളച്ചിരിയോട് പറഞ്ഞു. ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയ ഉടനെ വിളിക്കാൻ പറഞ്ഞു. അതിഥി ധൃതിപ്പെട്ട് ആ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു. ദൈവമേ, ഗോൾഡിൻ്റെ ഇയറിങ്സോ? അതിഥിയേക്കാൾ സർപ്രൈസായത് സാക്ഷിയാണ്. ഞാനൊന്ന് അവളെ വിളിക്കട്ടെ. അതിഥി ലേയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ അമ്മു. ഫോൺ എടുത്തപ്പോൾ ലേയും മെൽവിനും ഉറക്കെ പറഞ്ഞു. ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഒന്നും പറയാത്തത്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കണം എന്നല്ലേ പറഞ്ഞത്? നീ ഇത്ര ധൃതിപ്പെട്ട് എന്തിനാണ് ഇത്രയും കാശു കളഞ്ഞ് ഇതൊക്കെ വാങ്ങിയത്? എനിക്ക് നീയല്ലാതെ ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേറെ ആരാണുള്ളത്? അതെ, സ്വന്തം കെട്ടിയോൻ്റെ പിറന്നാളിന് ഒരു നാരങ്ങാ മിഠായി പോലും വാങ്ങി തന്നിട്ടില്ല ഇതുവരെ. മെൽവിൻ അവരുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് കയറി. അതത്രേയുള്ളൂ. ഞാൻ കഴിഞ്ഞിട്ട് മതി അവൾക്ക് കെട്ടിയോനും കുട്ടികളുമൊക്കെ. അതിഥിയും വിട്ടുകൊടുത്തില്ല. ഉവേ, നിങ്ങൾ വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട്സ്. നടക്കട്ടെ. മെൽവിൻ വലിയ വാദത്തിന് നിൽക്കാതെ പിൻവാങ്ങി. എങ്ങനെയുണ്ടായിരുന്നു അമ്മൂന്നിൻ്റെ 23ാം പിറന്നാൾ? എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ നിനക്കൊരു സന്തോഷമുണ്ടായില്ല അല്ലേ? എൻ്റെ അമ്മു, നിനക്ക് എന്താണ് ചുറ്റുമുള്ള ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത്? അവിടെയുള്ളവർക്ക് ഒക്കെ നിന്നെ എന്തു കാര്യമാണെന്നറിയോ? നിനക്ക് 2 ചോയ്സാണുള്ളത്. ഒന്ന്, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലും ആളുകളിലും സന്തോഷം കണ്ടെത്താൻ പറ്റണം. അല്ലെങ്കിൽ ഇതിൽ നിന്നു മാറി നീ ആഗ്രഹിക്കുന്ന നിന്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തണം. അതിനനുസരിച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം. എന്നും ഈ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും മാറാൻ പോണില്ല. നീയും എന്നെ കുറ്റപ്പെടുത്താണോ? അങ്ങനെയാണോ ഈ പറഞ്ഞതിൽ നിന്ന് നിനക്ക് തോന്നിയത്? ചിലതൊക്കെ വിട്ടുകളയണം അമ്മോ. മനുഷ്യർക്ക് മറവി കൊടുത്തിരിക്കുന്നത് അതിനാണ്. അതിന് കഴിയാതെ വന്നാൽ ജീവിതം തന്നെ വെറുതെയായി പോകും. ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരുപാട് ഉപദേശിച്ച് നിന്റെ ഡേ സ്പോയിൽ ചെയ്യുന്നില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കണം. ബർത്ത്ഡേക്ക് ആദ്യം വിഷ് ചെയ്തത് ഞാനല്ലെങ്കിലും അവസാനം വിഷ് ചെയ്യുന്നത് ഞാനാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മു. ഐ ലവ് യു. ലയയുടെ കോൾ കട്ട് ചെയ്ത് റൂമിലെത്തിയപ്പോഴേക്കും സമയം 12 കഴിഞ്ഞിരുന്നു. കണ്ടുകൊണ്ടിരുന്ന സീരീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോലും മറന്ന് ഉറങ്ങിപ്പോയ സാക്ഷിയെ ഉണർത്താതെ കയ്യിൽ നിന്നും ഫോൺ എടുത്തു മാറ്റി ശേഷം പുതപ്പ് മേലെയിട്ട് അതിഥിയും ഉറങ്ങാൻ കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. ലയയും സാക്ഷിയും പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമുണ്ടോ എന്നൊരു തോന്നൽ. തൻ്റെ ജീവിതം വെറുതെ ജീവിച്ചു തീർത്തു കളയുകയാണോ? കഴിഞ്ഞുപോയ പലതിനെയും കടന്നുപോകാൻ അനുവദിക്കാതെ ഇപ്പോഴുള്ള അവസ്ഥകളോട് കൂട്ടിച്ചേർക്കുമ്പോൾ താൻ ശരിക്കും ഇല്ലാതാക്കുന്നത് ഇന്നിൻ്റെ സന്തോഷങ്ങൾ തന്നെയല്ലേ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ കൂടി പരിഗണിച്ചാണ് ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അത് തനിക്ക് സന്തോഷം മാത്രം തരുന്നതാണോ എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുമ്പോൾ ജീവിക്കാൻ തന്നെ മറന്നുപോയതുപോലെ അവൾക്ക് തോന്നി. എന്തോ ഒരു ഉൾപ്രേരണയിൽ അതിഥി പെട്ടെന്ന് എഴുന്നേറ്റ് ഡയറി എടുത്തു. ഫോണിൻ്റെ നേർത്ത വെളിച്ചത്തിൽ ശരണിൻ്റെ നമ്പറിനു വേണ്ടി തിരഞ്ഞു. നമ്പറിൻ്റെ ഒപ്പം കുറേ വരികളിൽ അവൻ എന്തോ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അവൾ ആകാംക്ഷയോടെ ആ വരികളിലേക്ക് കണ്ണോടിച്ചു. പ്രിയപ്പെട്ട അതിഥി, പ്രിയപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കാനുള്ള എന്തെങ്കിലും നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ നിന്നെ വായിച്ച ഈ രാത്രി കൊണ്ട് തന്നെ നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആരോ ഒരാളായി മാറിയിരിക്കുന്നു. അല്പം കുറ്റബോധത്തോടെയാണ് നീ എഴുതിയ വരികൾ അല്ല, നിന്റെ ജീവിതത്തെ ഞാൻ വായിച്ചത്. ആരോടും പങ്കുവെക്കാത്ത ഇത്രയും സങ്കടങ്ങളും പേറി ഒരാൾ എങ്ങനെയാടോ മുന്നോട്ട് ജീവിക്കുന്നത്? ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും താൻ എന്താണോ ഇത്രമേൽ ഒറ്റപ്പെട്ടു പോയത്? ജീവിതത്തിൽ ഒരാൾക്കും എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷെ ജീവിക്കാൻ തനിക്കൊരു സാങ്കല്പിക ലോകം ആവശ്യമായി വന്നുവെന്നത് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിന്നെ ഓർക്കുമ്പോൾ കണ്ണാടിക്ക് മുൻപിൽ നിറഞ്ഞ കണ്ണുകളോടെ സ്വയം നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അതിഥി എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ പോലും സ്വയം ചേർത്തു പിടിക്കാതെയോ മറ്റൊരാളെ അതിനനുവദിക്കാതെയോ ഒരിക്കലും വരില്ലെന്നുറപ്പുള്ള ഒരാളെയും കാത്ത് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത്? നിന്റെ സങ്കടങ്ങൾക്കുള്ള ഒരു പരിഹാരവും എൻ്റെ പക്കലില്ല. പക്ഷേ ഇനി തമ്മിൽ കാണുമ്പോൾ എനിക്ക് നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ട്. നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ ആരുടെയും സ്നേഹത്തെ നീ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ നിന്റെ മനസ്സിലെ സ്നേഹം കൊണ്ടേറ്റ മുറിപ്പാടുകൾ മായുന്നതെങ്ങനെ? അതിഥി, എനിക്കൊരു വാഗ്ദാനവും നൽകാനില്ല. നിന്റെ മഹാദേവാവാൻ എനിക്കൊരിക്കലും കഴിയുകയുമില്ല. പക്ഷേ നിന്റെ എല്ലാ സങ്കടങ്ങളെയും പങ്കുവെക്കാതെ പോയതിനാൽ അർത്ഥമില്ലാതായ സന്തോഷങ്ങളെയും നിറഞ്ഞ മനസ്സോടെ കേൾക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെയോ ലെറ്ററിൻ്റെയോ അകലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.
ഒരുപാട് സ്നേഹത്തോടെ ശരൺ വാസുദേവ്. ഫോൺ നമ്പർ. അവസാന വരി വായിച്ചു തീർന്നപ്പോൾ കണ്ണുനീരിൻ്റെ നനവ് പറ്റി അക്ഷരങ്ങളിൽ മഷി പടർന്നിരുന്നു. അവൾ 2 കണ്ണും അമർത്തി തുടച്ച് ധൃതിയിൽ അവൻ്റെ നമ്പർ സേവ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഹേയ് ശരൺ, അതിഥി ഹിയർ. പുലർച്ചെ 3 മണിക്ക് ഒരാൾ ഓൺലൈനിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരുന്നിട്ട് പോലും അവൾക്കപ്പോൾ തന്നെ അവനോട് സംസാരിക്കണമെന്ന് തോന്നി. കോൾ ഓപ്ഷനിൽ കൈയമർത്താൻ തുടങ്ങിയപ്പോഴേക്കും മെസ്സേജിന് ബ്ലൂടിക്ക് വീണു. നീ കിടന്നില്ലേ അതിഥി? നേരത്തെ കിടക്കുന്ന ആളാണല്ലോ. ഇല്ല, ഉറക്കം വന്നില്ല. എന്തേ, പിറന്നാളിൻ്റെ ക്ഷീണമാണോ? ഹേയ് അല്ല, നീ എന്നും ഇത്ര വൈകിയാണോ ഉറങ്ങുന്നേ? ഇടയ്ക്കൊക്കെ. അവൾ അതിന് മറുപടി അയക്കാൻ തുടങ്ങുന്നതിന് മുൻപേ വീണ്ടും അവൻ്റെ മെസ്സേജ് വന്നു. ഞാനിത് പറഞ്ഞാൽ നിനക്ക് കള്ളമായിട്ടേ തോന്നൂ. ഞാൻ ഈ നിമിഷം വരെ നിന്റെ മെസ്സേജോ കോളോ നോക്കി ഇരിക്കായിരുന്നു. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ രാത്രിക്കപ്പുറം ഈ സമയത്തിനൊരു പ്രത്യേകതയും ഇല്ലാതെ കടന്നു പോയേനെ. ഇപ്പോൾ ഈ രാത്രിക്ക് എന്താ പ്രത്യേകത? പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് രാത്രി ഇത്രയും വൈകി മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സ്പെഷ്യലല്ലേ? ഒരു വയലറ്റ് ഓർക്കിഡിൻ്റെ ബന്ധമുണ്ടല്ലോ. ഹാ എടോ, താൻ എന്നെ വിളിക്കാമോ? ഈ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഫോർമാലിറ്റി നമുക്ക് ഒഴിവാക്കാം. അതിനെന്തു മറുപടി പറയണമെന്നറിയാതെ ഫോൺ നോക്കി മിഴിച്ചു നിന്നപ്പോഴേക്കും അവൻ്റെ കോളെത്തി. എടുക്കണോ വേണ്ടയോ എന്ന 1000 വാദപ്രതിവാദങ്ങൾ ആ ഒരു സെക്കൻഡിൽ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവസാന റിങ്ങിൽ കണ്ണടച്ച് അവൾ കോൾ എടുത്തു. ഞാൻ കരുതി എടുക്കില്ലാന്ന്. അവളൊരു ഹലോ പറയുന്നതിന് മുൻപേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു. ഫോൺ എടുക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. തനിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? ആ ചോദ്യത്തിൽ അവൻ്റെ ശബ്ദം ഇടറുന്നതായി അവൾക്ക് തോന്നി. ദേഷ്യമൊന്നുമില്ല, പക്ഷേ എന്നെക്കുറിച്ച് എനിക്കു മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ അറിയാൻ ശ്രമിച്ച ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡിസ്കംഫർട്ട് എന്നിലുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളിലൊളിപ്പിച്ച് എത്ര കാലം എന്ന് വെച്ചാ? മറ്റുള്ളവർക്ക് തീരെ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ സ്വന്തം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലേ? തന്നോട് വാദിക്കാൻ ഞാനില്ല. നാളെ എപ്പോൾ വരുമെന്ന് പറ. നാളെ ഞാൻ വരുന്നില്ലെങ്കിലോ? അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പിടിച്ചു വിഴുങ്ങത്തൊന്നും ഇല്ല. ചുമ്മാ ഒന്ന് കറങ്ങി ഒരു ചായയെല്ലാം കുടിച്ചു വരാം. ഒരു ചായ കുടിക്കാൻ എന്തിനാ നാളെ വരെ കാത്തു നിൽക്കുന്നേ? ഇപ്പോൾ തന്നെ ആവാലോ. അതിഥി പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. ഇപ്പോഴോ? സമയം 4 മണിയായതേ ഉള്ളൂ. അവൻ ഒന്ന് ഞെട്ടി. എന്താ, 4 മണിക്ക് ബാംഗ്ലൂരിൽ ചായ കിട്ടില്ലേ? നീ സീരിയസ് ആയിട്ട് പറയുകയാണോ? ആ അതെ. എന്തേ, നിനക്ക് പേടിയുണ്ടോ? എനിക്കൊരു പേടിയുമില്ല. 4 മണിക്ക് നിനക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും. നീ ലൊക്കേഷൻ അയക്കി, ഞാനിപ്പോൾ തന്നെ വരാം. അതൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഉറപ്പാണല്ലോ അല്ലേ? അവസാനം കാലുമാറരുത്. നിനക്കെന്നെക്കുറിച്ച് അറിയില്ല. അതിഥി വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. ഫോൺ കട്ട് ചെയ്ത് വാട്സപ്പിൽ ലൊക്കേഷനും അയച്ചു കൊടുത്തപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളുടെ ക്ലോക്ക് മനസ്സിൽ മണിയടിക്കാൻ തുടങ്ങിയത്. 4 മണിക്ക് എങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകും? ഞാനിപ്പോൾ ഇറങ്ങും ട്ടോ. ഫോണിൽ അവൻ്റെ മെസ്സേജ് വന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ഹുഡി എടുത്തിട്ട് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്ത് മുടി വാരി മുകളിലേക്ക് കെട്ടിവെച്ചു. കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുഖം നോക്കിയപ്പോഴാണ് താനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും ഓർത്തത്. ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഒരാൾക്കൊപ്പം ബാംഗ്ലൂർ പോലുള്ള ഒരു വലിയ നഗരത്തിൽ പുലർച്ചെ ഇറങ്ങിപ്പോകുക. മറ്റൊരാൾ കേട്ടാൽ തന്നെക്കുറിച്ച് എന്തു വിചാരിക്കും? ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സഹതാപം പോലും തന്നോട് ആർക്കും ഉണ്ടാകില്ല. അത് അവൾ സ്വയം വരുത്തി വെച്ചതാണെന്നേ പറയൂ. പക്ഷെ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? താൻ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് ഇതാവും. നിനക്കുറക്കമൊന്നുമില്ലേ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാൻ? ലൈറ്റ് മുഖത്തടിച്ചപ്പോൾ സാക്ഷി എണീറ്റുകൊണ്ട് പറഞ്ഞു. ഒച്ച ഉണ്ടാക്കില്ലേ? അതിഥി ചുണ്ടിൽ വിരൽ വെച്ച് സാക്ഷി കടുത്തു വന്നിരുന്നു. ഹേയ്, നീ ഇതെങ്ങോട്ടാ മേക്കപ്പ് ഒക്കെ ചെയ്ത്? സത്യം പറ, നിനക്കെന്തേലും കുഴപ്പമുണ്ടോ? സാക്ഷി കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരു കുഴപ്പവുമില്ല. നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ശരണിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവാണ്. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഇവിടെ നിന്ന് ചാടിച്ചു തരണം. അവൻ ഇപ്പോൾ വരും. അവൻ്റെ ഒപ്പമോ? അതും ഈ നേരത്തോ? സാക്ഷി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതിഥി ഒരു വിധത്തിൽ അവളെ പിടിച്ചിരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനിടയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയെന്ന ശരണിൻ്റെ മെസ്സേജ് കൂടെ വന്നു. അതിഥി, നീ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണോ? സാക്ഷി അല്പം സംശയത്തോടെ ചോദിച്ചു. നീ എന്നോടൊന്നും ചോദിക്കല്ലേ, എൻ്റെ മൈൻഡ് മാറും പ്ലീസ്. ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സാക്ഷി ചില ഉടമ്പടികൾ അവൾക്ക് മുന്നിൽ വെച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യണം. കൃത്യം 6 മണിക്ക് മുൻപേ തിരിച്ചെത്തണം. ഞാൻ വിളിച്ചാൽ ആദ്യ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കണം. എല്ലാം സമ്മതിച്ചു. നീ എന്നെ ഒന്ന് പുറത്തെത്തിക്കേ. അവൻ ഗേറ്റിന് മുൻപിലെത്തി. അതിഥി തിരക്ക് കൂട്ടി.
മുൻപിലല്ല. അവനോട് ഹോസ്റ്റലിൻ്റെ പുറകുവശത്തേക്ക് വരാൻ പറ. പുറകുവശത്തെന്താ? അവിടെ ഒരു മാവില്ലേ? അതിലൂടെ മതിലിന് മുകളിലേക്ക് കയറണം. എന്നിട്ട് നേരെ താഴോട്ട് ചാടണം. മതിൽ ചാടാനോ? എനിക്ക് പേടിയാ, അതിഥി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. എന്നാ വേണ്ട, ഞാൻ നേരെ സെക്യൂരിറ്റി റൂമിൽ കയറി കീ എടുത്ത് ഗേറ്റ് തുറന്നു തരാം. മാഡത്തിന് പുറത്തോട്ടിറങ്ങാൻ ബുദ്ധിമുട്ടാവോ? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. സാക്ഷി അതിഥിയെ ഒന്നിരുത്തി നോക്കി ശബ്ദമുണ്ടാക്കാതെ റൂമിൻ്റെ വാതിലടച്ചു. തിടുക്കത്തിൽ പടികളിറങ്ങാൻ പോയ അതിഥിയുടെ ഹുഡി അവൾ പിറകിൽ നിന്നും പിടിച്ചു വലിച്ചു. ദയവ് ചെയ്ത് ശബ്ദമുണ്ടാക്കി ഹോസ്റ്റൽ മൊത്തം അറിയിക്കരുത്. നീ ആ ചെരുപ്പഴിച്ച് കയ്യിൽ പിടിച്ച്, അല്ലെങ്കിൽ സൗണ്ട് വരും. രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ ഹോസ്റ്റലിൻ്റെ പിൻവശത്തെത്തി. അതിഥിയുടെ ഫോണിലേക്ക് ശരണിൻ്റെ കോൾ വീണ്ടും വന്നു. ഹലോ, എവിടെയാ? ഇത്രയ്ക്ക് തിരക്ക് കൂട്ടാൻ വലിയ കാര്യപ്പെട്ട പരിപാടിക്കൊന്നുമല്ലല്ലോ പോണത്. ആ കോളിന് മറുപടി പറഞ്ഞത് സാക്ഷിയാണ്. ശരൺ ബൈക്കിൽ നിന്നിറങ്ങി മതിലിനടുത്തേക്ക് നടന്നു. അതിഥി മാവിൻ്റെ ചില്ലിയിൽ കയറി മതിലിന് മുകളിലെത്തി. അയ്യോ, ഇവിടെ നിന്ന് എങ്ങനെ താഴോട്ട് ചാടും? അവൾ നിസ്സഹായതയോട് സാക്ഷിയെ നോക്കി. ഇതുവരെയുള്ള കാര്യമേ എനിക്കറിയൂ, ബാക്കി നിങ്ങളുടെ കാര്യം. ഞാൻ അകത്തേക്ക് പോവാണ്. ഫോൺ വിളിച്ചാൽ എടുക്കണം. സാക്ഷി ശബ്ദമുണ്ടാക്കാതെ തിരിച്ചു നടന്നു. നീ ധൈര്യമായിട്ട് ചാടിക്കോ, ഞാൻ നോക്കിക്കോളാം. നീ പോടോ. വീഴുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ. വീഴുമെന്ന് പേടിച്ചാൽ രാവിലെ വരെ ആ മതിലിൽ ഇരിക്കേണ്ടി വരും. അവൾ രണ്ടും കൽപ്പിച്ച് കണ്ണുകളടച്ച് താഴേക്ക് ചാടി. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ട അവളെ ശരൺ ഷോൾഡറിൽ കൈകൾ കൊണ്ട് താങ്ങി. ഈ മേഖല വലിയ വശമില്ലല്ലേ? ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിനിടെ അവൻ കണ്ണാടിയിലൂടെ അവളുടെ മുഖത്ത് നോക്കി. പുലർച്ചെയുള്ള മരവിച്ച തണുപ്പിലും പരിഭ്രമം കൊണ്ട് അവളുടെ ഉള്ളം കൈ വിയർത്തുകൊണ്ടിരുന്നു. നീ ഈ ഹെൽമറ്റ് കൂടെ വെച്ചോ. വല്ല പോലീസുകാരുടെയും കണ്ണിൽപ്പെട്ടാൽ വീടിൻ്റെ ആധാരം വരെ കൊടുക്കേണ്ടി വരും. വണ്ടി വീണ്ടും ഓഫ് ചെയ്ത് അവൻ കയ്യിൽ കരുതി ഹെൽമറ്റ് അവൾക്കു നേരെ നീട്ടി. നീയൊന്ന് പതുക്കെ പോവോ, എനിക്ക് പേടിയാണ്. കൈ രണ്ടും ബൈക്കിൽ അമർത്തിപ്പിടിച്ചിരുന്ന അതിഥി ഒടുവിൽ നിവൃത്തികെട്ട് പറഞ്ഞു. അയ്യോ, നിനക്ക് സ്പീഡ് പേടിയാണോ? അത് ആദ്യമേ പറയണ്ടേ. അവൻ വണ്ടിയുടെ സ്പീഡ് കുറച്ചു. മാഡം, ദേ സ്ഥലമെത്തി, ഇറങ്ങിക്കോ. കണ്ണടച്ചിരുന്ന് അവളെ തിരിഞ്ഞു നോക്കി അവൻ ചിരിച്ചു. ഇതേതാ സ്ഥലം? ഇതാണ് മടിവാള. നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ ബസ് കയറാൻ ഇവിടെയാണ് വരേണ്ടത്. നീ ബസ്സിലല്ലേ പോകാറ്? എനിക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, വോമിറ്റ് ചെയ്യും. ശരിക്കും? വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? വേറെ എന്തു കാരണം? ചുമ്മാ ചോദിച്ചതാ. ടീ ഓർ കോഫി? ചായ മതി. അവൻ അവിടെ ആകെ തുറന്നു വെച്ചിരുന്ന പെട്ടിക്കടയിലേക്ക് നടന്നു. അതിഥി റോഡിൽ നിന്നു മാറി ഫുട്പാത്തിലേക്ക് കയറി നിന്നു. ബാംഗ്ലൂരിൽ വന്നിട്ട് ഇങ്ങനെയൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്, അതും ഈ നേരത്ത്. റോഡിൽ പൊതുവെ ആളുകൾ കുറവാണ്. അല്ലെങ്കിലും ബാംഗ്ലൂർ ഉണരുന്നത് വളരെ വൈകിയാണ്. ഒരു കടയ്ക്ക് മുന്നിലായി പത്രക്കെട്ടുകൾ അടുക്കി വെക്കുന്ന 3-4 പേരും സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും ചുറ്റും കൂടി നിൽക്കുന്ന കുറച്ചു പേരും ഒഴിച്ചാൽ റോഡ് വിജനമാണ്. റോഡിന് എതിർവശത്തായി വന്നു നിന്ന വണ്ടിയിൽ നിന്നും പൂക്കൾ ഇറക്കി വെക്കുന്നത് നോക്കി നിന്ന അതിഥിക്ക് മുന്നിലേക്ക് ശരൺ ചായക്കപ്പ് നീട്ടി. ഇതാണോ ബാംഗ്ലൂരിലെ ഫ്ലവർ മാർക്കറ്റ്? ഇതോ? ഒരു വണ്ടി പൂ നിരത്തി വെക്കുന്നതിനെ ആണോടോ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത്? അവൻ കളിയാക്കി ചിരിച്ചു. എൻ്റെ നാട്ടിലൊന്നും ഞാൻ ഓണത്തിനല്ലാതെ ഇത്രയും പൂ ഒരുമിച്ച് കണ്ടിട്ടില്ല. ഹാ, ബെസ്റ്റ്. നിനക്ക് പോണോ ഫ്ലവർ മാർക്കറ്റിൽ? നീ പോയിട്ടുണ്ടോ? ഇല്ല, ഒരുമിച്ച് പോകാം. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പുക പ്രശ്നമുണ്ടോ? കയ്യിലിരുന്ന സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ അവളെ നോക്കി ചോദിച്ചു. ഇല്ല, നമുക്കിവിടെ ഇരിക്കാം. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഫുട്പാത്തിലിരുന്നു. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് വേഗത്തിൽ വലിച്ച് മുഴുവനാക്കാതെ അത് നിലത്തിട്ട് ബാക്കിയായ കനൽ കാലുകൊണ്ട് ചവിട്ടിക്കിടത്തി അവൻ അവൾക്കരികിൽ ഇരുന്നു. നിന്റെ ലൈഫിൽ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലുമുണ്ടോ? കുറച്ചു നേരത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നടന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാറ്റി ചോദിക്കുന്നതാകും നല്ലത്. അതെന്താ ഒന്നും നടക്കാതെ പോയത്? സിമ്പിളായി പറഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടിയായതുകൊണ്ടാവും. മറ്റൊരാളുടെ അനുവാദമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ, അമ്മയുടെ, കാമുകൻ ഉണ്ടെങ്കിൽ അവൻ്റെ, കുറച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ, അവരുടെ വീട്ടുകാരുടെ, അങ്ങനെ നീളും പട്ടിക. ഈ കാലത്തും അങ്ങനെയുള്ള ഫാമിലി ഉണ്ടെന്നാണോ? അതെന്താ, പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലി ആണോ നിൻ്റേത്? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് നാട്ടിലെ സിസ്റ്റം ഒന്നും അറിയില്ല. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം അബുദാബിയിലാണ്. വല്ലപ്പോഴും 1 മാസത്തെ വെക്കേഷന് വരുന്ന ബന്ധം മാത്രമേ എനിക്ക് നാടുമായിട്ടുള്ളൂ. വീട്ടിൽ അമ്മ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് ഭാഷ അറിയാം, അത്ര തന്നെ. അവിടെ നീ ഈ പറഞ്ഞ അനുവാദം ചോദിക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മനുഷ്യരും ഫ്രീ അല്ലേടോ. പിന്നെ എന്തിനാ ഇതൊക്കെ? ഫ്രീഡമൊക്കെ ഭരണഘടനയിൽ എഴുതി അലമാരയിൽ ചില്ലിട്ട് വെക്കാം. പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല. നീ ഈ പറയുന്ന ലോകം എനിക്ക് പുതിയതാണ് അതിഥി. ദേ സാക്ഷി വിളിക്കുന്നു, ഫോൺ എടുക്ക്. റിംഗ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ പോക്കറ്റിലെ ഫോൺ ചൂണ്ടി അവൻ പറഞ്ഞു. അവൾ ഫോൺ എടുത്ത് അല്പം മാറി നിന്നു. ഹാ സാക്ഷി, ഞാൻ ഓക്കെയാണ്. 1 മണിക്കൂറിൽ എത്തും, പ്രശ്നമൊന്നുമില്ല.
അവൻ ചായയുടെ കാശ് കൊടുത്തു. അവൾക്കരികിലേക്ക് നടന്നു. സാക്ഷിയാണ്, നീ എന്നെ വല്ലതും ചെയ്തോ എന്നറിയാൻ വിളിച്ചതാ. രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. അവർ ഫുട്പാത്തിലൂടെ പതിയെ നടന്നു. പത്രം മടക്കിക്കൊണ്ടിരുന്നവർ അവളെ രൂക്ഷമായി തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവൻ ഇംഗ്ലീഷിലെന്തോ തെറി പറഞ്ഞ് അവളെ മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് നിർത്തി. ഇവനൊന്നും പെൺകുട്ടികളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ശരണിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അതിഥി നടക്കുന്നതിനിടെ താഴോട്ട് നോക്കി ചിരിച്ചു. എന്താടോ, ഇപ്പോൾ അവരെന്നെക്കുറിച്ച് എന്താവും ചിന്തിച്ചിട്ടുണ്ടാകുകയെന്നറിയോ? അവരുടെ കാര്യം പോട്ടെ, എന്നെ അറിയാത്ത ഒരാളിപ്പോൾ ഈ ചായക്കടത്ത കേട്ടാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്തു പറയാൻ? നമ്മളൊരു ചായ കുടിച്ചു എന്ന് പറയും. അത് നീ പറയും. വേറെ ഒരാൾ കേട്ടാൽ പെണ്ണ് നട്ടപുലർച്ചെ പരിചയമില്ലാത്ത ഒരാണിൻ്റെ കൂടെ മതിൽ ചാടി പോയേക്കാണ് ചായ കുടിക്കാൻ. അഹങ്കാരം അല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. അതിഥി ശബ്ദം അല്പം കടുപ്പിച്ച് മറ്റൊരാളുടെ സംസാരം എന്ന പോലെ പറഞ്ഞു. നിന്റെ ഇഷ്ടം, നീ വന്നു, അതിന് മറ്റുള്ളവർക്കെന്താ? മറ്റുള്ളവർക്കുണ്ടാവും ചൊറിച്ചിൽ, അതും എൻ്റെ കാര്യത്തിൽ മാത്രം. പറയുമ്പോൾ നീയും ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ആൺകുട്ടികളായാൽ ഇതൊക്കെ കാണിക്കുമെന്ന ഒറ്റ വാക്കിൽ നിങ്ങൾ സേഫ് അല്ലേടോ? കുറ്റം മുഴുവൻ എൻ്റേത്. അയ്യേ, നീ എന്താടോ ഇങ്ങനെ പറയുന്നേ? ശരണിനത് ഫീലായെന്ന് അവൻ്റെ മുഖത്തു നിന്നും വ്യക്തമാണ്. ഞാൻ പറഞ്ഞതല്ലടോ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാറ്. നീ അതുവിടെ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നീ വീട്ടുകാരെക്കുറിച്ച് പറ. ആരൊക്കെയാ ഉള്ളത് നിനക്ക്? ഒരു കുഞ്ഞു കുടുംബം, അച്ഛനും അമ്മയും ചേട്ടനും ഞാനും. അച്ഛൻ അവിടെ ബിസിനസ്സാണ്. ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ജോലി രാജിവെച്ച് അച്ഛൻ്റെ കൂടെ കൂടി. എനിക്കതിൽ പണ്ടേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചാടി. അല്ലെങ്കിൽ അവിടെ കണക്ക് നോക്കി ഇരിക്കേണ്ടി വന്നേനെ. എന്നിട്ട് ഇവിടെ ഇഷ്ടമായോ? ബാംഗ്ലൂർ പൊളിയല്ലേ, അടിപൊളി ഫ്രണ്ട്സ്, നൈറ്റ് ലൈഫ്, പാർട്ടി, മൊത്തത്തിൽ ഞാൻ ഇവിടെ അങ്ങ് സെറ്റിൽഡ് ആയാലോ എന്നാണ് വിചാരിക്കുന്നത്. ആഹാ, അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ. താൻ പോവൂലേ? എൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നമ്മൾ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ബഹളങ്ങളൊക്കെ വിട്ട് ഒരൽപ്പം സമാധാനമുള്ള സ്ഥലം മതി. ഇവിടെ അങ്ങനെ സമാധാനം കിട്ടിയാൽ ഇവിടെ നിൽക്കുമോ? അവൻ അവൾക്കെതിരെ വന്നു നിന്ന് പിന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. സമാധാനമുള്ള സ്ഥലം താങ്കളുടെ കസ്റ്റഡിയിലുണ്ടോ? അവൻ അഭിമുഖമായി കൈ രണ്ടും കെട്ടിനിന്നു. ഇപ്പോൾ ഇല്ല, പക്ഷേ കണ്ടുപിടിക്കാം. എന്നാൽ അപ്പോൾ ആലോചിക്കാം. അവൾ അവൻ്റെ ഷോൾഡറിൽ ചെറുതായി തട്ടിമാറ്റി ബൈക്കിനടുത്തേക്ക് നടന്നു. വാ പോകാം. ഇനിയും വൈകിയാൽ സാക്ഷിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കും. തിരിച്ച് വളരെ പതുക്കിയാണ് ശരൺ വണ്ടി ഓടിച്ചത്. ഇനി ഓഫീസിൽ വരുമ്പോഴേ കാണാൻ പറ്റൂ. ഹോസ്റ്റലിന് മുൻപിൽ വണ്ടി നിർത്തി അവൾ തിരിച്ചു നടക്കാനൊരുങ്ങിയപ്പോൾ അവൻ ചോദിച്ചു. പിന്നല്ലാതെ ദിവസവും എനിക്കിതുപോലെ ചായ കുടിക്കാൻ വരാൻ പറ്റുമോ? നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയിലും എവിടെ വേണമെങ്കിലും നിനക്ക് വരാം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയല്ലാതെ അവൾ അതിനുത്തരം പറഞ്ഞില്ല. അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്ന് അനുവാദം ചോദിക്കാതെ അവളുടെ കൈ പിടിച്ചു. അതിഥി, നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പേടി കൊണ്ടാണോ എന്നറിയില്ല, നിന്റെ കൈ വിയർക്കുന്നുണ്ടായിരുന്നു. ദേ ഇപ്പോൾ നിന്റെ ഉള്ളം കൈക്ക് നല്ല തണുപ്പാണ്. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് മതി. നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ രണ്ടുപേരും രണ്ട് ദിശയിലായിരിക്കാം. പക്ഷെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ എന്നതിൽ കവിഞ്ഞൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഇനി ആരെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചായക്കഥ അങ്ങ് പറഞ്ഞേക്കണം. നിനക്ക് തോന്നുമ്പോൾ വിളിക്ക്, ഞാൻ വരാം. നമുക്ക് കാണാം, സംസാരിക്കാം. ശരൺ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. പോയി കിടന്ന് നന്നായി ഉറങ്ങൂ. രാവിലെ എണീക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നുവെന്ന് മാത്രം പറയരുത്. അവൻ ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. 15. റൂമിലെത്തിയ പാടെ സാക്ഷി പിറകെ നടന്ന് ചോദിച്ച ചോദ്യങ്ങളൊന്നും അവൾ കേട്ടില്ലെന്ന് നടിച്ചു. ഡ്രസ്സ് പോലും മാറാതെ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്ത് തണുപ്പിനെ അതുപോലെ ദേഹത്തോട് ചേർത്ത് ഈ നഗരത്തിൽ വന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവൾ സുഖമായി ഉറങ്ങി. എന്നിട്ടെന്താ, രാവിലെ ഒരു 6 മണിയായപ്പോൾ കയറി വന്ന് കിടക്കുന്ന കിടപ്പാണിത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന അശ്വിനിയോട് സാക്ഷി ഇന്നലത്തെ സംഭവങ്ങൾ വിശദീകരിക്കുന്നത് കേട്ടാണ് അതിഥി പിറ്റേന്ന് ഉറക്കമുണർന്നത്. ആഹാ, ഇന്നലത്തെ ചായകുടിയുടെ ഹാങ് ഓവറൊക്കെ മാറിയോ? സമയം എന്തായി എന്ന് വല്ല ബോധവുമുണ്ടോ? അതിഥി കണ്ണു തിരുമ്മി ക്ലോക്കിലേക്ക് നോക്കി. അയ്യോ, 1 മണിയോ? നീ എന്താ എന്നെ വിളിക്കാഞ്ഞത്? അതിഥി പുതപ്പ് മാറ്റി ചാടി എഴുന്നേറ്റു. ദേ, ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, 1000 വട്ടം വിളിച്ചു. നീ എഴുന്നേൽക്കാത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചില്ല. സാക്ഷി പരിഭവത്തോടെ പറഞ്ഞു. സാരമില്ല, നമുക്ക് വിശദമായി ലഞ്ച് കഴിക്കാൻ പോകാം. ഞാനൊന്ന് ഫ്രഷ് ചെയ്തു വരാം. ഹേയ്, ഒരു ധൃതിയുമില്ല. ലഞ്ച് കഴിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നീ രാവിലെ എന്ത് നടന്നുവെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് മതി ബാക്കി പരിപാടികൾ. അശ്വിനിയും സാക്ഷിയെ പിന്താങ്ങി. എന്തുണ്ടാവാൻ, ഞങ്ങൾ പോയി ചായ കുടിച്ചു വന്നു. ഓഹോ, ഒന്നും സംസാരിച്ചില്ലേ? വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. വീട്ടിലെ വിശേഷം, ജോലി, അതൊക്കെ തന്നെ. ഇനി എന്നും ഈ സംസാരം ഉണ്ടാവോ? അശ്വിനി ചിരിച്ചു. തീരുമാനിച്ചിട്ടില്ല. തീരുമാനമാവുമ്പോൾ അറിയിക്കാം. അതിഥി ബ്രഷും പേസ്റ്റുമായി ബാത്റൂമിലേക്ക് നടന്നു.
ഞാൻ രാത്രി ഫോൺ ചെയ്യുന്നുവെന്ന് പറഞ്ഞിവിടെ എന്ത് ബഹളമായിരുന്നു. അവളിപ്പോൾ മതിൽ ചാടിയപ്പോൾ ആർക്കും ഒന്നും ചോദിക്കേണ്ട, അറിയണ്ട. നീ തന്നെയല്ലേ അവൾ മതിൽ ചാടിച്ചേ. നീ വിഷമിക്കണ്ട, ഇവിടെ നമുക്ക് പിടിക്കാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ആരോടുന്നില്ലാതെ ഒച്ച വെച്ചുകൊണ്ടിരുന്ന സാക്ഷിയെ അശ്വിനി ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. ലഞ്ച് കഴിഞ്ഞ് സാക്ഷി അശ്വിനിക്കൊപ്പം കല്യാണ ഹാൾ ബുക്ക് ചെയ്യാനും ഫുഡ് മെനു സെറ്റ് ചെയ്യാനുമായി പുറത്തുപോയി. കൂടെ പോവാൻ അവർ നിർബന്ധിച്ചെങ്കിലും ഉറക്കം ശരിയാവാത്തതിൻ്റെ തലവേദന കൊണ്ട് അതിഥി ഒഴിഞ്ഞുമാറി. വീണ്ടും ബെഡിലേക്ക് വീണ് അവൾ ഫോൺ ചെയ്തു. അമ്മയുടേതും ലേയുടെയും മിസ് കോളിനൊപ്പം ശരണും 2 തവണ വിളിച്ചിട്ടുണ്ട്. പുലർച്ചെ അവൻ പറഞ്ഞത് സത്യമാകാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നി. നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ ഓർമ്മയുള്ളൂ. അവൾ മിസ് കോളുകളിലേക്ക് മാറി മാറി നോക്കി അവസാനം അമ്മയെ തിരിച്ചു വിളിച്ചു. നീ എന്തിനാ ഫോൺ കൊണ്ടു നടക്കുന്നത്? വിളിച്ചാൽ എടുത്തൂടെ? എന്നത്തെയും പോലെ ചീത്തവിളിയിൽ നിന്നുമാണ് സംസാരം ആരംഭിച്ചത്. പക്ഷേ ഇത്തവണ തെറ്റ് അവളുടെ ഭാഗത്തായതിനാൽ അവൾ തർക്കത്തിന് നിന്നില്ല. എനിക്ക് വയ്യായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി. എന്തേ, നീ രാത്രി തല കുളിച്ചോ? പെട്ടെന്ന് വയ്യാതെയാവാൻ? അമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം കലർന്നു. ലോകത്തുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മക്കൾ അടുത്തില്ലാതെയാവുമ്പോൾ അവരുടെ ഓരോ വയ്യായ്മകളിലും കൂടുതൽ വേദനിക്കുന്നതും ഉറക്കമില്ലാതെയാവുന്നതും അമ്മമാർക്കാണ്. അതിനു മാത്രം ഒന്നുമില്ല അമ്മ, ചെറിയൊരു തലവേദന, അത്രയുള്ളൂ. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചുനേരം കിടന്നു. അവൾ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു. ഞാൻ ആൻറ്റിയോട് വരാൻ പറയണോ? അയ്യോ, ഒന്നും വേണ്ട, ഇവിടെ സാക്ഷിയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നെന്തായാലും ഒരു 10 തവണയെങ്കിലും അമ്മ ഇനിയും വിളിക്കുമെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോഴേ അവൾക്കുറപ്പായിരുന്നു. നെറ്റ് ഓൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ വന്ന ആദ്യത്തെ മെസ്സേജ് ശരണിൻ്റേതായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുകയാണ്, രാത്രി എത്തിയിട്ട് വിളിക്കാം എന്ന അവൻ്റെ മെസ്സേജിന് അവൾ ഒരു സ്മൈലി മാത്രം മറുപടി അയച്ചു. ഒരു രാത്രി കൊണ്ട് തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം മാറിയതുപോലെ അവൾക്ക് തോന്നി. തനിക്കൊപ്പം ഇരിക്കാനും സംസാരിക്കാനും കാത്തിരിക്കുന്ന ഒരാളുണ്ടാവുകയെന്നത് ഭാഗ്യമാണോ വീർപ്പുമുട്ടലാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്കപ്പോൾ സാധിച്ചില്ല. പക്ഷെ രാവിലത്തെ മിസ് കോളുകളും മെസ്സേജുകളും ഇതുവരെയുണ്ടായ ജീവിതത്തിൽ നിന്നും എന്തോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. അമ്മ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ കാണാൻ ഹോസ്റ്റലിലേക്ക് വരാനൊരുങ്ങിയ ആൻറ്റിയെ താൻ വൈകുന്നേരം ഫ്ലാറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവൾ ഒരുവിധം കൺവിൻസ് ചെയ്തു. എടോ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? നീ ഇന്ന് രാവിലെയല്ലേ ഇവിടുന്ന് പോയത്? ശരണിൻ്റെ വാട്സപ്പ് മെസ്സേജിന് എന്തു മറുപടി നൽകണമെന്നറിയാതെ അവൾ കുഴങ്ങി. അതെന്താ, ഒരു ദിവസത്തിൽ 2 തവണ എനിക്ക് നിന്നെ കാണാൻ പാടില്ലേ? നീ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ? തൽക്കാലം അവിടെ ഇരിക്കെ, ഞാൻ രാത്രി ആൻറ്റിയുടെ വീട്ടിൽ പോകും. നാളെ കാണാം. നാളെ പുറത്തു വരുമോ? ആ, വരാം. ഇത്രയും കാലം ഞായറാഴ്ചകൾ അവൾക്ക് ഉച്ചവരെയുള്ള ഉറക്കവും സാക്ഷിയുടെ ക്ലീനിങ് ക്ലാസ്സുകളും വൈകുന്നേരത്തെ പാർക്ക് നടത്തവുമായി ഏറെക്കുറെ ശാന്തമായിരുന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് അതെല്ലാം മാറിയിരിക്കുന്നു. ആ മാറ്റം സന്തോഷം തരുന്നുണ്ടെങ്കിൽ പോലും മറ്റെന്തൊക്കെയോ ഒപ്പം നഷ്ടമാകുന്ന പോലെ. ഓരോന്നാലോചിച്ച് ഫുട്പാത്തിലൂടെ ആൻറ്റിയുടെ ഫ്ലാറ്റിലേക്ക് നടന്നുകൊണ്ടിരുന്ന അവളെ ശാലു പിറകിൽ നിന്ന് വിളിച്ചു. ചേച്ചി നിൽക്ക്, ഞാനും വരുന്നു. നീ എവിടെ പോയതാ? മെഡിക്കൽ ഷോപ്പ് വരെ. അച്ഛന് സുഖമില്ല, മരുന്ന് മേടിക്കാൻ. അവളുടെ സ്വരത്തിൽ കിതപ്പുണ്ടായിരുന്നു. അച്ഛൻ എന്തു പറ്റിയെന്ന സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് തോന്നിയില്ല. മനസ്സിൽ തട്ടിയില്ലെങ്കിൽ പിന്നെ സുഖമാണോ എന്ന ചോദ്യത്തിൽ പോലും ഒരുപാട് സുഖമില്ലായ്മകളുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലും 100 വട്ടമെങ്കിലും മരുന്നും ചൂടുവെള്ളവും കൊടുക്കാനും ആവി പിടിക്കാനുമായി ആൻറ്റി അങ്കിളിനടുത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. ലോകത്തെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണോ? തന്നോട് എന്തൊക്കെ ചെയ്താലും എത്ര വേദനിപ്പിച്ചാലും അവരൊന്ന് കിടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ മറന്ന് ഉറക്കമില്ലാതെ അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത്? സഹതാപത്തേക്കാൾ അവൾക്ക് ആൻറ്റിയോട് ദേഷ്യമാണ് തോന്നിയത്. കുറച്ചൊക്കെ ധൈര്യവും നിലപാടുകളും ആൻറ്റി ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ശാലുവിനെങ്കിലും ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും സംസാരിക്കാതിരിക്കാൻ വയ്യാത്ത ആരെയാണ് ചേച്ചിക്ക് കിട്ടിയത്? പൊതുവെ ഫ്ലാറ്റിൽ വന്നാൽ ബാൽക്കണിയിൽ പോയിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അതിഥി അന്ന് ഫോൺ താഴെ വെക്കാതെ ശരണിന് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട ശാലു ചോദിച്ചു. ആരെ കിട്ടാൻ? ഇത് ഓഫീസിലെ ഒരു കാര്യമാണ്. അത് മെസ്സേജ് വായിക്കുമ്പോഴുള്ള മുഖത്തെ ചിരി കണ്ടപ്പോഴേ മനസ്സിലായി. ഓഹോ, അങ്ങനെ പ്രത്യേക ചിരികളൊക്കെയുണ്ടോ? ഈ ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്ത് ഫ്ലാറ്റിലോട്ട് നോക്കുമ്പോഴുള്ള മാഡത്തിൻ്റെ ചിരി പോലെയായിരുന്നോ ഇതും? അതിഥി പിടിക്കപ്പെടാൻ തയ്യാറായിരുന്നില്ല. ഓ, എന്തു പറഞ്ഞാലും ഇത് പറഞ്ഞെൻ്റെ വായ അടപ്പിച്ചോളുമല്ലോ. സാരമില്ല, ഞാൻ പിടിച്ചോളാം. ശാലു പരിഭവിച്ച് അകത്തേക്ക് പോയി. പിറ്റേന്ന് ശരണിൻ്റെ കൂടെ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സാക്ഷി മുഖം വീർപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിന്നെ ഇപ്പോൾ സംസാരിക്കാൻ പോലും കിട്ടുന്നില്ലെന്ന അവളുടെ പരാതിയും പിണക്കവും ഒക്കെ തീർത്തു കിടന്നപ്പോഴേക്കും ഒരുപാട് വൈകി. രാവിലെ ശക്തിയായി കതകിനാരോ തട്ടുന്നത് കേട്ട് സാക്ഷി ഡോർ തുറന്നു. റൂമിലേക്ക് ഇടിച്ചു കയറി കയ്യിലുണ്ടായിരുന്ന ട്രാവൽ ബാഗ് നിലത്തിട്ട് ദേവിക കട്ടിലിൽ കയറി അതിഥിയോട് ചേർന്നു കിടന്നു. നീ എന്താ ട്രിപ്പ് പോയിട്ട് നേരത്തെ വന്നേ? തിങ്കളാഴ്ച രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത്? അതിഥി ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു. തലവഴി പുതപ്പ് മൂടി കമിഴ്ന്നു കിടന്ന് ദേവിക അവരുടെ മാറി മാറിയുള്ള ചോദ്യങ്ങൾ കേട്ടില്ലെന്ന് നടിച്ചു. ദേവു, നീ വല്ലതും പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങണം.
സാക്ഷിയുടെ ക്ഷമ നശിച്ചു. അവന് നല്ല സുഖമില്ലായിരുന്നു. അതുകൊണ്ട് വേഗം വന്നു. എനിക്കും വയ്യ, ഞാനും കിടക്കുവാണ്. മറിച്ചൊരു ചോദ്യത്തിന് ഇട നൽകാതെ ദേവിക ഉറക്കം നടിച്ചു. സമയം 9 കഴിഞ്ഞിരുന്നു. സാക്ഷി വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോൾ അതിഥി ഫോണുമായി റൂമിന് പുറത്തിറങ്ങി. ദേവിക പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ട്രിപ്പിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ ഇറങ്ങിപ്പോയപ്പോഴേ തിരിച്ചു വരുന്നത് എന്തെങ്കിലും വള്ളി കൊണ്ടാകുമെന്ന് അവൾ അപ്പോഴേ കരുതിയതാണ്. എന്തായാലും ഉറക്കം കഴിഞ്ഞിട്ട് കാര്യം അന്വേഷിക്കാമെന്നവൾ മനസ്സിൽ കരുതി. കുളിച്ചു റെഡിയായി പുറത്തേക്കിറങ്ങുമ്പോൾ ഹോസ്റ്റലിന് പുറത്ത് അവളെ കാത്തുനിന്ന ശരണിനെ അവൾ ദൂരെ നിന്നും അല്പനേരം നോക്കി നിന്നു. ബൈക്കിൽ ചാരി നിന്ന് കണ്ണാടിയിൽ നോക്കി മുടിയും താടിയും ശരിയാക്കിക്കൊണ്ടിരുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. ഇന്നലെ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഹൃദയത്തിലുണ്ടായ അതേ കിതപ്പ് ഇപ്പോൾ അവനടുത്തേക്ക് നടക്കുമ്പോൾ അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു. ആദ്യമായി കാണുന്ന പോലെ എന്തു പറഞ്ഞ് സംസാരം തുടങ്ങുമെന്ന് അറിയാത്ത ഒരങ്കലാപ്പ്. ഒരേ സമയം ഒരുപോലെ പരിചയവും അപരിചിതത്വവും തോന്നുന്ന ഒരാൾ. അല്പം പരിങ്ങലോടെ അവനടുത്തേക്കു നടന്നു വന്ന അതിഥിയെ കണ്ട് അവൻ കൈവീശി. ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ കുർത്ത നിനക്ക് നല്ലോണം ചേരുന്നുണ്ട്. ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളോടെന്ന പോലെയുള്ള ശരണിൻ്റെ സംസാരം കേട്ടപ്പോഴേ അവൾക്ക് പകുതി ആശ്വാസമായി. കൂടെയുള്ളവരെ കംഫർട്ടാക്കി വെക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് നിനക്ക്. ഹെൽമറ്റ് തമ്മിൽ കൂട്ടിമുട്ടാതെ അവനോട് അല്പം ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. അത് പിന്നെ വേണ്ടേ? കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് ചിലവഴിക്കുന്ന നിമിഷങ്ങൾക്ക് എന്താണ് അർത്ഥമുള്ളത്? ശരീരം മാത്രം നമ്മുടെ മുന്നിൽ വെച്ച് മനസ്സ് മറ്റെവിടെയെങ്കിലുമൊക്കെ സമാധാനം തരും. നീ ഇത്ര നന്നായി സംസാരിക്കും എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത്ര നന്നായി എഴുതുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സംസാരമെങ്കിലും വേണ്ടേടോ. ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടിക്കറ്റ് കൗണ്ടറിൽ വരി നിൽക്കുന്നതിനിടെ അവൻ ചോദിച്ചു. ഇല്ല, കാരണം ചോദിക്കരുത്, വന്നില്ല, അത്രയുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാർക്കും പച്ചപ്പും ഹരിതാഭയും ഒന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നിനക്ക് കുറച്ച് ബഹളമില്ലാത്ത സ്ഥലമാവും ഇഷ്ടമെന്ന് കരുതി. അതുകൊണ്ടാണോ ഇവിടേക്ക് വന്നത്? എന്തേ, നിനക്കിഷ്ടായില്ലേ? ചില മനുഷ്യരുടെ ഇമോഷൻസിലും ആക്റ്റിലുമൊക്കെ ഫീൽ ചെയ്യുന്നൊരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലേ? അതേ അവസ്ഥയിലേക്കാണ് ഇവിടെ ഈ ഗാർഡനെയും മാറ്റിവെച്ചിരിക്കുന്നത്. അതിഥി, നിനക്കെന്താ ഈ മനുഷ്യന്മാരോടൊക്കെ സ്ഥായിയായ ഒരു തരം വെറുപ്പ്? വെട്ടിയൊതുക്കിയ ബുഷുകൾക്ക് നടുവിൽ കല്ലുപാകിയ ചെറിയ വഴിയിലൂടെ മുന്നിൽ നടന്ന അതിഥിയെ ശരൺ പിടിച്ചു നിർത്തി. വാ, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അതിഥി ആളൊഴിഞ്ഞൊരിടത്തിനായി ചുറ്റും നോക്കി. ക്ലാസ് കട്ട് ചെയ്ത് പ്രണയിക്കാൻ ഇറങ്ങിയ കുട്ടികളാണ് അവിടെ മുഴുവൻ. മരച്ചുവട്ടിലിരുന്ന് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കപ്പിളിനെ നോക്കി ചിരിച്ചുകൊണ്ട് ശരണിനെ തുറച്ചു നോക്കി അവൾ മുന്നോട്ട് നടന്നു. എടോ പറ, നിനക്ക് ഈ മഹാദേവിനെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ലേ? നിനക്ക് സുഹൃത്തുക്കൾ ആരുമില്ലേ? ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. പക്ഷേ ഈ ഹൃദയത്തിൻ്റെ സൂക്ഷിപ്പുകാരി എന്നൊക്കെ പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ, ലയ. എൻ്റെ ഡിഗ്രി സമയത്ത് എനിക്ക് 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസൊക്കെ ഇട്ട് കൊട്ടിയാഘോഷിച്ചു കൊണ്ട് നടന്ന ഒരു സൗഹൃദം. പെട്ടെന്നൊരു വൈകുന്നേരം അവർ 3 പേരും എനിക്ക് ആരുമല്ലാതായി. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്നെ കേൾക്കാൻ അവർ തയ്യാറായില്ല. 19 വയസ്സുള്ളൊരു പെൺകുട്ടി തൻ്റെ സുഹൃത്തുക്കൾക്ക് പിറകെ കരഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാൻ അപേക്ഷിക്കുന്നൊരു സിറ്റുവേഷൻ നീ ഒന്ന് ഓർത്തു നോക്കൂ. എന്നിട്ടും ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമില്ലെന്നൊറ്റ വാക്കിൽ അവളെ തള്ളിക്കളയുന്നതും. വർഷങ്ങൾക്കിപ്പുറം സത്യം മനസ്സിലാക്കി അവർ മാപ്പ് പറഞ്ഞ് ഇടയ്ക്കൊക്കെ സംസാരിക്കുമെങ്കിലും ഞാനിപ്പോഴും എൻ്റെ ചില രാത്രികളിൽ ആ വൈകുന്നേരം സ്വപ്നം കണ്ട് ഞെട്ടിയുണരാറുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? എടോ സോറി, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിഥിയുടെ മുഖം വല്ലാതായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അല്പം പരിങ്ങലോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇതാ ഞാൻ പറഞ്ഞേ, എന്നെക്കുറിച്ച് അധികം ചോദിക്കണ്ട, അറിയണ്ട എന്ന്. എനിക്ക് പറയാൻ ഇതുപോലെ കുറേ സങ്കടങ്ങളെ ഉണ്ടാവൂ. വാ, നമുക്ക് ഐസ്ക്രീം വാങ്ങാം. അവൾ അവൻ്റെ കൈ വിടുവിച്ച് അടുത്തുണ്ടായ കടയിലേക്ക് വേഗത്തിൽ നടന്നു. ഒരു ബട്ടർ സ്കോച്ച്, നിനക്കെന്താ വേണ്ടേ? അവൾ ചോദിക്കുന്ന മുൻപേ അവൻ 2 ബട്ടർ സ്കോച്ച് കയ്യിലെടുത്ത് കഴിഞ്ഞിരുന്നു. നിനക്കെങ്ങനെ അറിയാം എനിക്കിതാ ഇഷ്ടമെന്ന്? ഒരു ദിവസം കൊണ്ട് 100 പേജുള്ള ഡയറി വായിച്ച് തീർത്ത പരിചയമുണ്ടല്ലോ. അവൻ അവളെ നോക്കി കണ്ണിറക്കി. ഓഹോ, എനിക്കിപ്പോഴും ആ ദേഷ്യം മാറിയിട്ടില്ല. നീ എന്നെ അത് ഓർമ്മിപ്പിക്കാതെ ഇരിക്കുന്നതാവും നിനക്ക് നല്ലത്. അവൾ അല്പം കനപ്പിച്ചു പറഞ്ഞു. എടോ, അപ്പോൾ ലേയെ എവിടെ നിന്ന് കിട്ടി? ലേയെ പറ്റിയും ഡയറിയിൽ വായിച്ചു കാണുമല്ലോ. വായിച്ചു, പക്ഷെ എവിടെ നിന്ന് കിട്ടി എന്നതിൻ്റെ ഉത്തരം കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ 3 പേർ ഞാൻ വിചാരിച്ചതിനേക്കാളേറെ എന്നെ മാറ്റി. ചിരിക്കാൻ പോലും മറന്നുപോയ കോളേജ് ജീവിതത്തിനിടയ്ക്ക് ആണ് ട്രാൻസ്ഫറായി എൻ്റെ ക്ലാസ്സിലേക്ക് ലയ വരുന്നത്. എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന ഡയലോഗൊക്കെ ഞാൻ അവളോടും പണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്നതിന് അവൾ തിരിച്ച് സെൻറ്റി ഡയലോഗ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ കൂടെ ഉണ്ടാവും എന്ന വാക്കു തരാതെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവൾക്കൊരു നല്ല സുഹൃത്താണോ എന്നെനിക്കറിയില്ല. പക്ഷേ അവളില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഞാനും വാക്കു പറയാതെ ജീവിച്ചു കാണിച്ചു തന്നാൽ മതിയോ? ശരൺ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു.
നീ പറ്റാവുന്ന സ്ഥലത്തെല്ലാം കയറി ഗോളടിക്കുന്നുണ്ടല്ലോ. നീ ഒന്നും കാണിക്കണ്ട. അവൾ അവനെ തള്ളി മാറ്റി മുന്നോട്ട് നടന്നു. തിരിച്ചു പോകുമ്പോൾ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. സിഗ്നൽ വീണാൽ പിറകെയുള്ള വണ്ടിക്കാരുടെ മുഴുവൻ തെറി കേൾക്കുന്നതും ആലോചിച്ച് വിഷമിച്ചു നിന്ന് അവൾക്കരികിലേക്ക് കയ്യിൽ ഓർക്കിഡ് പൂക്കളുമായി ഓടി വന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. നിനക്കെന്താ വട്ടാണോ? സിഗ്നൽ വല്ലതും വീണിരുന്നേൽ ഈ പിറകിലുള്ളവരുടെ തെറി മുഴുവൻ ഞാൻ കേട്ടേനെ. അവൾ അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വരുമ്പോൾ വാങ്ങണമെന്ന് കരുതിയതാ, പക്ഷെ അവിടെ ഓർക്കിഡ് ഉണ്ടായിരുന്നില്ല. അതെന്താ, നീ പെൺകുട്ടികൾക്ക് ഓർക്കിഡ് മാത്രമേ വാങ്ങിക്കൊടുക്കൂ? അല്ലെങ്കിലും ഇനി എപ്പോൾ കാണാൻ വരുമ്പോഴും നീ ഈ പൂവും വാങ്ങിയാണോ വരാൻ പോകുന്നേ? സ്നേഹിക്കുന്ന പെണ്ണിന് ഒരു പൂവെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് കാമുകനാടോ? എപ്പോഴും വാങ്ങുമോ എന്നെനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറ്റുന്ന കാലത്തോളം വാങ്ങും. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഓർക്കിഡ് വാങ്ങിയത് അന്ന് വൈകുന്നേരം നിനക്ക് വേണ്ടിയാണ്. ജീവിതത്തിലെ വളരെ സ്പെഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സിൽ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് ഓർക്കിഡിനെ കാണുന്നത്. എനിക്കിതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണ്. അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ ചിരിക്കുന്ന അവൻ്റെ മുഖം കണ്ണാടിയിലൂടെ അവൻ കാണണ്ടേയെന്ന് കരുതി അവൾ അല്പം മാറിയിരുന്നു.